ഷൈലീസ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും 2025 നന്മകൾ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വീഡിയോ നമ്മൾ ഡിസംബർ പകുതി മുതലെടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസൊക്കെ കൂടുന്നതിന് വേണ്ടി, ന്യൂ ഇയർ കൂടുന്നതിന് വേണ്ടി നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഡിസംബർ പകുതിക്കാണ് നമ്മൾ പോയത്. ഇവിടുന്ന് ബഹ്റിനിൽ നിന്നും ഗൾഫ് എയറിന് ബാംഗ്ലൂർ വഴിയാണ് പോയത്. ബാംഗ്ലൂർ ചെന്നതിൻ്റെ ശേഷം അവിടെ നിന്ന് നമ്മൾ ബസ് ബുക്ക് ചെയ്ത് ബസ്സിനാണ് കോട്ടയത്തേക്ക് പോയത്. അപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്നതിൻ്റെ ശേഷം വീഡിയോകളൊക്കെ ചെയ്തു വെച്ചെങ്കിലും നമുക്കിതൊന്നും നെറ്റിൻ്റെ പ്രോബ്ലം കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ ബഹ്റിനിലാകുമ്പോൾ നമുക്ക് ഈ വൈഫൈ ഉപയോഗിച്ചാണ് നമ്മൾ നെറ്റ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ബഹ്റിനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ച് വന്നതിന് ശേഷമാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഡിസംബറിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക എല്ലാവരും. അപ്പോൾ നമ്മൾ ഡിസംബറിൽ നാട്ടിൽ ചെന്നു. അപ്പോൾ ആ യാത്രയിൽ ഇവിടുന്ന് ബഹ്റിൻ തൊട്ടുള്ള യാത്രയിലും വീട്ടിൽ ചെല്ലുന്നത് വരെയുള്ള അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മിക്സിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ നമ്മുടെ ബഹ്റിനിലെ കാഴ്ച കൊണ്ട് നമ്മളെ ബാംഗ്ലൂർ ചെന്നിട്ടുള്ള ബാംഗ്ലൂർ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, എയർപോർട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ തൊട്ട് നമ്മൾ ബസ്സിന് പോയ സമയത്ത് നമ്മുടെ കേരളത്തിൽ കയറിയപ്പോൾ മൂവാറ്റുപുഴ ആ ഭാഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വെളുപ്പിനെയാണ് ചെന്നത്. മൂവാറ്റുപുഴ ചെന്നപ്പോഴാണ് ഒരുവിധം നേരം നല്ലതായിട്ട് വെളുത്ത് കണ്ടത്. അപ്പം നമ്മൾ അവിടെ വെച്ചെടുത്ത കുറച്ച് വീഡിയോ, പിന്നെ കോട്ടയം, അതുപോലെ തന്നെ നമ്മുടെ നാട് വീടിൻ്റെ അടുത്ത് ചെന്നപ്പോഴുള്ള അങ്ങനത്തെ കുറച്ച് വീഡിയോസാണിത്. അപ്പം മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഈ വീഡിയോയിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മുടെ യാത്രകളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം. അതുപോലെ തന്നെ ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് എഴുതിയിടുമ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ക്രിസ്മസ്, ന്യൂ ഇയറും ഒക്കെ നല്ലതായിട്ട് സന്തോഷത്തോടെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ബസ്സിന് നമ്മുടെ നാട്ടിലെത്തി, കോട്ടയത്തെത്തി. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് മൂവാറ്റുപുഴ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. മൂവാറ്റുപുഴ നല്ല വെളുപ്പിനെ എത്തി. അപ്പോൾ നല്ല മൂടൽമഞ്ഞായിരുന്നു അവിടെ. നല്ല മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷം
സന്തോഷമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ബസ്സിലിരുന്ന് ചെറിയ രീതിയിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ നല്ല രസം തോന്നി. നല്ല നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ എത്രയും വേഗം വീട്ടിലോട്ടെത്തിയാലോ എന്നുള്ള ആ ഒരു ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു തണുപ്പുള്ള വെളുപ്പാങ്കാലത്താണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്നത്.
അതൊക്കെ എപ്പോഴും നല്ലൊരു സന്തോഷമാണല്ലോ. നമ്മളൊരു അന്യനാട്ടിൽ പോയി കിടന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. എൻ്റെ കൊച്ചുമോനാണിത്, എൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ മക്കളും അവരുടെ കൊച്ചുമോനും നമ്മുടെ കുടുംബവും മരുമക്കളും ഒക്കെ ആയിട്ടുള്ള സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു സന്തോഷമാണ്. നമ്മുടെ പള്ളിയും നമ്മുടെ നാടും ഒക്കെ പങ്കുചേരുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നമുക്ക് ക്രിസ്മസ് കരോൾ നടക്കുകയാണ്. അപ്പോൾ അതിനും കൂടി നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോയിൽ